ഈ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ UDFന്റെ പ്രതിഷേധം നടക്കുകയാണ്. UDF അംഗങ്ങൾ പ്രധാനമായും ആരോപിക്കുന്നത് ഓണക്കാലമാണ്, നഗരത്തിലെ ഒരു സ്ഥലത്തും തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതീകാത്മകമായി ട്യൂബ് ലൈറ്റുകളും ഒപ്പം തന്നെ മെഴുകുതിരിയുമൊക്കെ കത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ പത്തനംതിട്ട നഗരസഭാ കൗൺസിൽ ഹാളിൽ ഈ ഒരു പ്രതിഷേധം നടത്തുന്നത്. കാലങ്ങളായി ഈ നഗരസഭയുടെ വിവിധ ഇടങ്ങളിൽ തെരുവിളക്കുകൾ ഇടണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. പക്ഷേ ഭരണസമിതി അതിന് തയ്യാറാകുന്നില്ല. ജനങ്ങൾ ഇക്കാര്യത്തിൽ വളരെ നിരാശരാണ്. ജനങ്ങളെല്ലാം തങ്ങളോടാണ് പരാതി പറയുന്നത് എന്നാണ് UDFന്റെ അംഗങ്ങൾ ഇപ്പോൾ പറയുന്നത്. എന്താണ് നിങ്ങളുടെ പ്രതിഷേധം? എന്താണ് പ്രതിഷേധം? പത്തനംതിട്ടയില് നഗരം ഒരു ദുരിതത്തിന്റെ പാതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനം നടത്താൻ ഈ നഗരസഭ കൗൺസിലിന് കഴിയുന്നില്ല. എല്ലാ രംഗവും തകർന്നരിപ്പണമായി. ഇപ്പൊ ഞങ്ങളിവിടെ ഉന്നയിക്കുന്നത്, കഴിഞ്ഞ 6-7 മാസക്കാലമായി നഗരത്തിലെ ഒരു തെരുവിളക്കുകളും പ്രകാശിക്കുന്നില്ല. ആ തെരുവിളക്കുകൾ പ്രകാശിക്കാത്തതുകൊണ്ട് നഗരം അന്ധകാരത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ തെരുവിളക്കുകൾ കത്തിക്കണമെന്ന് കഴിഞ്ഞ കുറെ നാളുകളായി പറയുകയാണ്. ഒരു വാർഡുകളിലും തെരുവിളക്ക് കത്തുന്നില്ല. റിംഗ് റോഡ് രാത്രിയിൽ അന്ധകാരത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ട്യൂബ് ലൈറ്റുകൾ വാങ്ങിക്കൊടുക്കുവാനോ ആ ട്യൂബ് ലൈറ്റുകൾ ഇടാനോ വേണ്ടിയുള്ള നടപടിയിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ഈ ഓണക്കാലത്ത് 1-2 വാർഡുകൾ ഇടുന്നുണ്ട്, പക്ഷെ അത് പൂർണ്ണമാക്കാൻ ഓണത്തിന് മുമ്പ് കഴിയുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ അനാസ്ഥ പുലർത്തുന്ന, അലംഭാവം പുലർത്തുന്ന ഈ ഭരണസമിതി, അതോടൊപ്പം തന്നെ മാലിന്യ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഓടയിൽ ഒരു സ്ത്രീയുടെ കാല് വീണ്, കാല് ഓടയ്ക്കകത്ത് താന്ന് അവർ കിടന്ന് മരണപ്രായത്തോടെ കിടന്ന് കരയാണ്. ഓടകൾ വൃത്തിയാക്കാൻ സാധിക്കുന്നില്ല, ഈ റോഡുകൾ വൃത്തിയാക്കാൻ സാധിക്കുന്നില്ല. കുണ്ടും കുഴിയുമായി റോഡെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഈ ഒരു അവസരത്തിലാണ് ശക്തമായ പ്രതിഷേധം. ഞങ്ങൾ എന്താണ് കൗൺസിലർമാരുടെ ആവശ്യം? എന്താണ് ഇപ്പോൾ? വാർഡുകളിൽ ലൈറ്റ് ഇടുകയാണ്. ഇത്രയും കാലത്തിനിടയിൽ ഓണത്തിന് ലൈറ്റ് ഇടാത്ത ഒരു ഓണം ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ വർഷമാണ്. കഴിഞ്ഞ 2 കൗൺസിലിൽ പറഞ്ഞു ഓണത്തിന് എല്ലാ വാർഡുകളും ലൈറ്റ് ഇടുമെന്ന് ആളെ കൂടുതൽ ഇറക്കിക്കൊണ്ടും ഞങ്ങളുടെ ഒന്നും വാർഡുകൾ ഇതുവരെ, ഞാൻ ടൗൺ വാർഡാണ്, ടൗൺ വാർഡിലെങ്കിൽ ഇതുവരെ ലൈറ്റ് ഇല്ല. നമുക്ക് ജനങ്ങൾ ഓണം ആഘോഷിക്കുന്ന മുമ്പ് വാർഡുകളിൽ നിന്ന് ജനങ്ങൾ വിളിക്കുന്നത് ലൈറ്റ് ഇടുന്നില്ല കൗൺസിലർ എന്നാണ്. ഇവരോട് നമ്മൾ എന്താണ് മറുപടി പറയുന്നത്? അതുപോലെ തന്നെയാണ് വാർഡുകൾ വേസ്റ്റിന്റെ കാര്യത്തിൽ യാതൊരു കാര്യവും മുന്നോട്ട് പോകുന്നില്ലതാണ്. ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ കൗൺസിൽ യോഗം പുരോഗമിക്കുകയാണ്. നിങ്ങളിങ്ങനെ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധിക്കുന്നു. ഇതെങ്ങനെയാണ്? ബഹിഷ്കരിക്കുകയാണോ? ഓണനാളുകളിലെങ്കിലും തെരുവുവിളക്കുകൾ കത്തിക്കാത്ത ഈ ഭരണസമിതി നഗരത്തിന്റെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്തതിനു വേണ്ടി ഇന്ന് കൗൺസിൽ വിളിച്ചിരിക്കുകയാണ്. നാളെ ഉത്രാടമാണ്. ജനങ്ങൾ മുഴുവൻ കഷ്ടപ്പാടും ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് ഓണനാളുകൾ മുന്നോട്ട് പോകുമ്പോൾ നഗരം മുഴുവൻ മാലിന്യം നിറച്ച്, നഗരം മുഴുവൻ ഇരുട്ടിലാക്കി, വാർഡ് മുഴുവൻ ഇരുട്ടിലാക്കി ജനവഞ്ചന നടത്തി മുന്നോട്ട് പോകുന്ന ഈ ഭരണസമിതിക്കെതിരെ സന്ധിയില്ലാ സമരവുമായി മുന്നോട്ട് പോകാനാണ് പത്തനംതിട്ട നഗരസഭ UDF തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിപക്ഷം ഇപ്പോൾ നടത്തുന്നത് നാടകം ആണ് എന്നാണ് നഗരസഭാ അധ്യക്ഷൻ സക്കീർ ഹുസൈൻ പറയുന്നത്. സക്കീർ ഹുസൈന്റെ അധ്യക്ഷതയിലാണ് ഈ കൗൺസിൽ യോഗം ചേർന്നത്. ഇപ്പൊ എന്താണ് പ്രതിപക്ഷം? എന്തിനാണ് ഈ നാടകത്തിനെല്ലാം നിൽക്കുന്നത്? പ്രതിപക്ഷം ഇപ്പോൾ ഒരു പ്രതിഷേധം നടത്തും. പ്രതിപക്ഷം പറയുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല. വെറുതെ എല്ലാവരെയും കൂടെ വിളിച്ചു വരുത്തി ഇവിടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഈ നാടിന്റെ പ്രശ്നമാണ്. 10-15 വർഷക്കാലമായി ഭരണത്ത് കൊണ്ടുവച്ച് നാട്ടുകാരുടെ മുഴുവൻ കയ്യിൽ നിന്ന് അഴിമതി നടത്തിയ ആളുകൾ ഇവിടെ ഇപ്പൊ മാസ്റ്റർ പ്ലാൻ നടത്താനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. എവിടെയാണ് ലൈറ്റ് ഇല്ലാത്തത്? ചൂണ്ടിക്കാണിക്കട്ടെ. ഈ നഗരത്തിൽ എല്ലായിടത്തും ലൈറ്റുകളാണ്. എവിടെയാണ് ലൈറ്റ് ഇല്ലാത്തത്? ഏത് പ്രദേശത്താണ് വിഷയങ്ങൾ ഉള്ളത്? പത്തനംതിട്ട മാസ്റ്റർ പ്ലാൻ, അതുപോലെ തന്നെ കുമ്പഴ മാസ്റ്റർ പ്ലാൻ എന്ന തരത്തിലേക്കാണ് പറയുന്നത്. ഡോക്ടേഴ്സ് ലൈൻ ആളിന്റെ കാല് പോയി എന്നാണ് പറയുന്നത്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് എവിടെയാണ് മാലിന്യ കൂനകൾ ഉള്ളത്? കാണിച്ചു തരട്ടെ. മാലിന്യ കൂനകൾ എവിടെ ഉണ്ടെന്ന് കാണിച്ചു തരട്ടെ. 2020 ഡിസംബർ മാസം 28-ാം തീയതി UDF ഭരണസമിതിയുടെ സംഭാവനയായിരുന്നു 58 ഇടങ്ങളിലെ മാലിന്യ കൂനകൾ. എവിടെ പോയി ഈ മാലിന്യ കൂനകളൊക്കെ? പത്തനംതിട്ട നഗരസമിതി എടുത്തിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടെ നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയും. യാതൊരു MCF എത്ര എടുത്ത് വെച്ചിട്ടുണ്ട്? UDF കൗൺസിലർമാരുടെ വാർഡുകളിൽ MCF വെക്കാനായി തയ്യാറെടുത്ത ആളുകൾ എവിടെയുണ്ട്? മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഫൈനുകൾ ഏർപ്പെടുത്തുമ്പോൾ അതിന്റെ ശുപാർശക്കാരായി UDFന്റെ കൗൺസിലർമാർ എത്തുകയാണ്. അവരാണ് ഇവിടെ വന്നു നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ചർച്ച ചെയ്യട്ടെ. എവിടെയാണ് പാർലമെന്ററി ജനാധിപത്യം? നഗരസഭാ ചെയർമാനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ നഗരസഭാ ചെയർമാന്റെ മറുപടി എന്താണ് എന്ന് പോലും അറിയാൻ തയ്യാറല്ല. മുൻകൂട്ടി തീരുമാനിച്ച നാടകമാണ് ഇവിടെ ആരുന്നത്. അഭിപ്രായം കേൾക്കട്ടെ.
ഈ കൗൺസിൽ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള അഭിപ്രായം കേൾക്കണ്ടേ? അഭിപ്രായം പോലും കേൾക്കാതെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അഭിപ്രായം പോലും കേൾക്കാതെ എത്തിയിരിക്കുകയാണ്. എന്ത് ജനാധിപത്യമാണുള്ളത്? എന്ത് ജനാധിപത്യ മര്യാദ കാര്യത്തിലുള്ളത്? നിങ്ങൾ അവിടെ പോയിരിക്കെ, നിങ്ങളുടെ സീറ്റിലിരിക്കെ. ഇവിടെ എന്താ പ്രശ്നം? നിങ്ങളുടെ സീറ്റിലിരിക്കുന്നേ